നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ്റും. എന്താ പറ്റാത്തെ? അതവൻ പറയട്ടെ. രാജു, ഞാൻ അവനോടാ ചോദിച്ചത്. അത് ഞാൻ പറ രാജു, എനിക്കും സർക്കാരിനും പാർട്ടിക്കും ദോഷം വരാത്ത വിധം അതൊക്കെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയോ? അത് പ്രതാപ് ഓർമ്മയല്ലേ? അപ്പൊ രാജു കരയല്ലേ? അവരൊന്നും പറ്റി കാണില്ല. നീ ആ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ. ഇങ്ങതാ. ഹലോ അമ്മേ. മോനെ, എന്താ മോനെ നിനക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല അമ്മേ, ചെറിയൊരു അപകടം. സാരാക്കാനൊന്നുമില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ അമ്മേ. സാറിന് ചെറിയ പരുക്കുണ്ട്, കൂടെ വന്നതാ. എനിക്കിപ്പൊ തന്നെ നിന്നെ കാണണം. പേടിക്കാനൊന്നുമില്ലമ്മേ, ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. അമ്മ വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചോളാമേ. ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ശരി അമ്മേ. അല്ല മോനെ. അതെ, മിനിസ്റ്റർ സാർ വിളിക്കുന്നു. അതെ, ഇപ്പോഴും തീർന്നില്ല നിന്റെ കരച്ചില്. നിന്റെ അച്ഛൻ ജീവനോടെ തന്നെ ഉണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടേ അവൻ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ ഈ വീട്ടിൽ വന്നു കയറിയ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താന്നറിയോ? നിന്നെ പിടിച്ച് പുറത്താക്കും. അപശകരമാ നീ. നിന്നെ പോലൊരുത്തിന്റെ സ്ഥാനമേ ഈ വീടിനകത്തല്ല, വീടിന് പുറത്താ വേണ്ടത്. പുറത്ത്. നമുക്ക് അവിടെ ഇരിക്കാം സാർ. വാർത്ത കേട്ടപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു. പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴാന്നൊക്കെ പറഞ്ഞ എന്തായാലും ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഇറങ്ങാൻ നേരവേ ഇവള് ശകുനം വന്നോണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. അല്ല, ഒരിക്കലും അല്ല. അതല്ല സത്യം. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മാഡം എതിരെ വന്നില്ലേ? ആ സമയത്ത് സാറ് മാഡത്തിനെതിരെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരു 3-4 മിനിറ്റ് പോയി. അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്. ആ 3-4 മിനിറ്റ് പോയില്ലായിരുന്നെങ്കിലേ പാല ഇടിഞ്ഞു വീഴുന്നതിന് മുൻപ് അപകട സ്ഥലത്തുനിന്ന് കടന്നു പോകാറുന്നല്ലോ. അവിടെ നിങ്ങൾക്ക് തെറ്റി. സാറിന്റെ വണ്ടിക്ക് മുന്നേ ധാരാളം വണ്ടികൾ അതിലൂടെ പോയിരുന്നു. അതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് പോയി കാണണം. പാലത്തിന്റെ പ്രധാന ഭാഗം ഇടിഞ്ഞു വീണത് 3-4 മിനിറ്റ് മുമ്പാ. അത്രയും സമയം വൈകിയതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മുൻപേ പോയ വണ്ടികളുടെ അവസ്ഥ തന്നെ ആയേനെ ഞങ്ങൾക്കും. സാറിപ്പോ ജീവനോടെ ഇരിക്കുന്നത് മാഡം കാരണം. മാഡം എതിരെ വന്ന് 3-4 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ടാ തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് സാറ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് മാഡം ഒരിക്കലും മോശ ശകുനായിരുന്നില്ല. മാഡം നല്ല ശകുനായിരുന്നു. നല്ല ശകുനം.
ഏട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രതാപ. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താ എല്ലാം മാറിക്കോളും. അതുവരെയുള്ള എന്റെ പരിപാടികൾ എന്ത് ചെയ്യുമെന്നാ ചേച്ചി ഞാൻ ചിന്തിക്കുന്നത്. ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും എനിക്ക്. ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ പുറത്തുള്ള മീറ്റിങ്ങുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. ഞാനിവിടെ വിശ്രമിക്കുന്ന സമയത്ത് അതൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം. പറ്റുമോ ചെയ്യാൻ? പറ്റും. എന്താ പറ്റാത്തെ? അത് അവൻ പറയട്ടെ. രാജു, ഞാൻ അവനോടാ ചോദിച്ചത്. അത് ഞാൻ പറ രാജു, എനിക്കും സർക്കാരിനും പാർട്ടിക്കും ദോഷം വരാത്ത വിധം അതൊക്കെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ നീ അത് ചെയ്യില്ലേ? ചെയ്യും സാർ. ഭാരിച്ച ഉത്തരവാദിത്വ സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് ചെയ്തോളാം. മതി, അത് മതി. രാജു സർ, എനിക്കൊന്ന് കിടക്കണം. അമ്മേ, എന്തിനമ്മേ കരയുന്ന? ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നില്ലേ? എന്നാലും ഭാഗ്യം കൊണ്ടല്ലേ മോനെ നീ രക്ഷപ്പെട്ടത്. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുമായിരുന്നോ? അമ്മേ, ഞങ്ങൾക്കാകെയുള്ള ഒരു പ്രതീക്ഷ നീയ. നിനക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അമ്മേ കരയില്ലമ്മേ, കരയില്ലേ? വിവരം അറിഞ്ഞപ്പോ മുതല് ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാജു. നാട്ടുകാരുടെ പ്രാർത്ഥന വേറെ. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ അപകടം ഒന്നും പറ്റാതിരുന്നത്. രാജു, ഞാൻ വഴിപാട് നേരാത്ത അമ്പലങ്ങളില്ല. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. വ്രതം എടുത്ത് രമ്യ. ആർക്ക് വേണ്ടിയാ? ഏട്ടന് വേണ്ടിയാ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? രമ്യ കണ്ടല്ലോ എന്നെ എന്തുമാത്രം എന്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇവരാണ് എന്റെ ലോകം. ഞാനെന്നൊരാളെ ചുറ്റിപ്പറ്റിയാ ഇവര് ജീവിക്കുന്നത്. എനിക്കിവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും. അതുപോലെ രമ്യയ്ക്ക് ഒരു കുടുംബമുണ്ട്. രമ്യ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.